പവർ പ്ലാന്റുകൾ, കാറുകൾ എന്നിവ മൂലമുണ്ടാകുന്ന നിരവധി മലിനീകരണ സ്രോതസ്സുകളെ പരിമിതപ്പെടുത്താനോ അവ റദ്ദാക്കുന്നതിനോ ഉള്ള നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിനിടയിലാണ് ഹരിതഗൃഹ വാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്ന ഔദ്യോഗികമായിട്ടുള്ള കണ്ടെത്തൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കാലാവസ്ഥാ നിയമങ്ങളുടെ അടിത്തറയെ തന്നെ കീറിമുറിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമാണിതെന്നും പറയാം. ഭൂമിയെ ചൂടാക്കുന്ന വാതകങ്ങൾ, കാർബൺ ഡയോക്സൈഡ് പോലുള്ളവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഭീഷണിയാണെന്നാണ് 2009 അമേരിക്കൻ സർക്കാർ നടത്തിയ നാഴികക്കല്ലായ ഈ കണ്ടെത്തലെന്ന് പറയാം. റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ട്രംപിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ഇപ്പോൾ മലിനീകരണ നിയമങ്ങൾ പിൻവലിക്കാനുള്ള അസാധാരണമായൊരു നീക്കമാണ് പ്രധാനമായിട്ടും നടത്തിയിരിക്കുന്നതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഹരിതഗൃഹ വാതകങ്ങളെ നിയന്ത്രിക്കാൻ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിക്ക് കഴിയുമെന്ന സുപ്രീം കോടതിയുടെ വിധിയും നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ കാലാവസ്ഥാ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ മലിനീകരണം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള എല്ലാ നിയമങ്ങൾക്കും ഇപ്പോൾ ട്രംപ് ഒരു തടസ്സമായി മാറിയിരിക്കുകയാണ്. ട്രില്യൺ കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക ചെലവുകൾ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയുടെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് കാലാവസ്ഥാ പ്രതിസന്ധിയെ തട്ടിപ്പെന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല, അതിന്റെ വഷളാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആശങ്കാകുലരായവരെ കാലാവസ്ഥാ ഭ്രാന്തന്മാർ എന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന നടപടിയാണ് ട്രംപ് കൈക്കൊള്ളുന്നത്. ട്രംപ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ വ്യവസായങ്ങളെയും ചലനശേഷിയും അതുപോലെ നമ്മുടെ ഉപഭോക്തൃ തിരഞ്ഞെടുപ്പിനെയും എല്ലാം തടസ്സപ്പെടുത്തുകയും വിദേശത്തുള്ള എതിരാളികൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അജണ്ടയാണ് ഇവയ്ക്കെല്ലാം പിന്നിലുള്ളതെന്നാണ്. അവയെല്ലാം പുനഃപരിശോധിക്കാനുള്ള നടപടിയാണ് ട്രംപ് കൂടുതലും കൈക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ അനുയായികൾ പ്രധാനമായിട്ടും പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിയന്ത്രണരഹിത ദിനമാണിതെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഹൃദയത്തിലൂടെ നാം ഒരു കടാര കുത്തിയിറക്കുകയും അമേരിക്കയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു എന്ന തരത്തിലാണ്. അമേരിക്കയിലെ മാറ്റങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് ഇവരെല്ലാം നടത്തുന്നത്. കാർ വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും ബിസിനസ് നടത്തുന്നതിനുമുള്ള ചെലവ് കുറയ്ക്കുക എന്നതാണ് ഏജൻസിയുടെ ദൗത്യമെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. പക്ഷെ പരിസ്ഥിതി പ്രവർത്തകർ ഈ പ്രഖ്യാപനത്തെ യഥാർത്ഥത്തിൽ ഭീതിയോടെയാണ് കൂടുതലും കാണുന്നത്. ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അമേരിക്കയുടെ കഴിവും കോടതികളിലൂടെ പ്രതിരോധിക്കുമെന്ന് അവർ ശക്തമായി തന്നെ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. കോടതികൾ ട്രംപിന്റെ ആദ്യ ടേമിലെ മുൻകാല നടപടികളെല്ലാം തന്നെ കീഴ്മേൽ യഥാർത്ഥത്തിൽ മറച്ചിരിക്കുകയാണ്. ഭൂമിയോട് ദ്രോഹം മാത്രമാണ് ട്രംപ് ഭരണകൂടം കാണിക്കുന്നതെന്നാണ് സെന്റർ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ക്ലൈമറ്റ് ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിയമ ഡയറക്ടർ ജേസൺ റൈലാൻഡർ വെളിപ്പെടുത്തുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായാലോ ആളിപ്പടർന്ന തീപിടുത്തങ്ങൾ ഉണ്ടായാലോ എന്തായാലും ട്രംപ് അദ്ദേഹത്തിന്റെ അനുയായികളും ജനങ്ങളുടെ ജീവിതത്തെക്കാൾ സാമ്പത്തിക ലാഭത്തിന് തന്നെയാണ് കൂടുതൽ മുൻഗണന നൽകുവാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ശുദ്ധവായുവും വെള്ളവും സംരക്ഷിക്കുന്നതിനും ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥ ഉറപ്പാക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ പ്രധാന പാരിസ്ഥിതിക നിയമങ്ങളെയും തകർക്കുന്ന 31 പ്രഖ്യാപനങ്ങളാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ട്രംപ് പ്രധാനമായിട്ടും പുറപ്പെടുവിച്ചിട്ടുള്ളത്. കൽക്കരി, ഊർജ്ജ നിലയങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ബൈഡന്റെ കാലഘട്ടത്തിലെ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കവും ഈ ഉപരോധത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇത് തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയ ഒബാമ ഭരണകൂട സംരംഭത്തിന്റെ ഒരു ചെറിയ പതിപ്പാണെന്നും പറയുവാൻ കഴിയും. കാറുകളുടെയും ട്രക്കുകളുടെയും മലിനീകരണ മാനദണ്ഡങ്ങൾ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി പുനഃപരിശോധിക്കുകയും ചെയ്യും. ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ കമ്പനികൾക്ക് മേൽ അതിശക്തമായ നിയന്ത്രണ വ്യവസ്ഥകളാണ് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നത് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുക നിറഞ്ഞ വായു മലിനീകരണം പരിമിതപ്പെടുത്തുന്നതിനുള്ള നിയമങ്ങൾ ദുർബലപ്പെടുത്തുക, പവർ പ്ലാന്റുകൾ ജലപാതകളെ മലിനമാക്കുകയോ വിഷമാലിന്യങ്ങൾ വലിച്ചെറിയുകയോ ചെയ്യരുതെന്ന ആവശ്യകതകൾ ശരിക്കും വെട്ടിക്കുറയ്ക്കൽ, കൂടാതെ ശുദ്ധജല നിയമം പൊതുവെ എങ്ങനെ നടപ്പിലാക്കുമെന്ന് കൂടുതൽ ചുരുക്കൽ പരിഗണിക്കുക എന്നിങ്ങനെയാണ്. പവർ പ്ലാന്റുകൾ, ഹൈവേകൾ, വ്യവസായങ്ങൾ എന്നിവയിൽ നിന്നുള്ള മലിനീകരണം ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും മറ്റും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വലിയ തോതിലാണ് ഇടയാക്കുന്നത്. ഈ മലിനീകരണത്തിൽ ഉൾപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ആഗോള താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, വിനാശകരമായ വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, മറ്റ് ആഘാതം എന്നിവ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അമേരിക്കയിൽ മലിനീകരണം മൂലം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ക്ലീൻ എയർ ആക്ടിന് മുമ്പുള്ള കാലത്തേക്ക് വീണ്ടും കൊണ്ടുപോവുകയാണെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അസൗകര്യവും ലജ്ജാകരവുമാണ്. അമേരിക്കയിലെ ദാരിദ്ര്യവും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന മലിനീകരണത്തിന്റെ ആനുപാതികമല്ലാത്ത ഭാരം പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അവരുടെ സുപ്രധാന നീക്കങ്ങൾ നടപ്പിലാക്കുന്നത്. ഏജൻസി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നടപടി. കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി $20 ബില്യൺ ഗ്രാന്റുകൾ നൽകുന്നത് നിർത്തലാക്കാനും നിർദ്ദേശം നൽകുന്നുണ്ട്.
ഈ നീക്കങ്ങൾ ശരിക്കും നിയമപരമാണോ എന്ന് ഡെമോക്രാറ്റുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏജൻസിയുടെ പുനഃസ്ഥാപനത്തോടെ മുൻ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ ജീവനക്കാർ ഞെട്ടലോടെയായിരുന്നു ശരിക്കും പ്രതികരിച്ചിരുന്നത്. പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ അവസ്ഥയാണിതെന്നാണ് ഈ നീക്കത്തെക്കുറിച്ച് ഒബാമയുടെ കീഴിൽ പരിസ്ഥിതി സംരക്ഷണ ഏജൻസി അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഗിന മക്കാർത്തി ചൂണ്ടിക്കാട്ടുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമനങ്ങൾ പിൻവലിക്കുന്നത് അപമാനം മാത്രമല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണി കൂടിയാണ് ഈ നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കക്കാരുടെ ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ നിന്നാണ് ഏജൻസി ഇപ്പോൾ പൂർണ്ണമായും പിന്മാറുന്നെന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ട്രംപ് ഭരണകൂടം വരും ആഴ്ചകളിൽ കൂടുതൽ പരിസ്ഥിതി ഇളവുകൾ വാഗ്ദാനം ചെയ്യുവാനും സാധ്യതയുണ്ട്.